മോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിഭീകരമായിട്ടൊന്നും ഇല്ല. ആൾക്കാരങ്ങനെ മോദി മോദി എന്ന് പറയുന്നതൊന്നും ഞങ്ങളുടെ ബൈറ്റിൽ തന്നെ വളരെ കുറവാണ്. അതായത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോവും, കുറേ ആൾക്കാരോട് സംസാരിക്കും. അപ്പോൾ അവർ പലരും നമ്മൾ ചോദിച്ചു തുടങ്ങുമ്പം തന്നെ മോദി 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 എന്ന് പറയും. അത് കഴിഞ്ഞ 2019 ലോകസഭയിൽ മോദി ഒരു ഒരു ഫാക്ടറായിരുന്നു. മോദി ആയിരുന്നു കൂടുതൽ. മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന വിലക്കയറ്റമോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയൊന്നും ചർച്ചയേ ആയിരുന്നില്ല. റാഫേലായിരുന്നു ചർച്ച. അതും അങ്ങനെ ഭയങ്കരമായിട്ടില്ല. മോദി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയി കാണുന്നിടത്തൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് പറയുകയാണ് വിലക്കയറ്റമാണ്, സാധനങ്ങൾക്ക് വില. ആൾക്കാരെ ഈ സാധനങ്ങളുടെ വിലയാണ് പറയുന്നത്, മൊത്തം ഒരു വിലക്കയറ്റമാണ് എന്നല്ല പറയുന്നത്. പരിപ്പിന് 40 രൂപയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഛത്തീസ്ഗഡിലൊരു ആദിവാസി ഗ്രാമത്തിൽ പോയപ്പം അവിടുത്തെ സ്ത്രീ പറഞ്ഞത് 25 രൂപയാണ് അരി 1 കിലോ, എങ്ങനെ വാങ്ങാനെന്നാണ്. ജാർഖണ്ഡിൽ പോയപ്പോൾ 25 രൂപയാണ് 1 കിലോ അരിക്ക് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വിലക്കയറ്റവും പിന്നെ തൊഴിലില്ലാത്ത വിഷയവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ പറയുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് പറയുന്നതല്ല, വെറുതെ മൈക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതും ലൈറ്റ് ചോദ്യമാണ്. എന്തുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഭരണം, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരാണ് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും, ഈ വിലക്കയറ്റം, തൊഴിലില്ലായ്മയുള്ള വിഷയങ്ങൾ, ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, പൈസ ഇല്ലാത്ത പ്രശ്നം, മനുഷ്യരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അതിങ്ങനെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. മോദി തരംഗം ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് സ്ഥലത്താണ് പോകുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ കുറേ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് മൊത്തം ഒരു വേവ് തിരിച്ചറിയാനൊന്നും കഴിയില്ല. പക്ഷേ മോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിഭീകരമായിട്ടൊന്നും ഇല്ല. ആൾക്കാരങ്ങനെ മോദി മോദി എന്ന് പറയുന്നതൊന്നും ഞങ്ങളുടെ ബൈറ്റിൽ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു തരംഗത്തിൻ്റെ ഒരു ഇത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല.